ലോകമൊട്ടാകെ ഇസ്ലാം മത വിശ്വാസികൾ ഈദ് ആഘോഷിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പൂർണ്ണമായും ഒരു വികസിത രാഷ്ട്രമല്ലാത്തതുകൊണ്ട് ഇന്ത്യയിൽ എല്ലാവർക്കും ഒരുപോലെ ഈദ് ആഘോഷിക്കാൻ കഴിയണമെന്നില്ല. അത്തരത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രത്യേക കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് സൗഗാത്ത് ഈ മോദി ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് ബി. ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ചയാണ് ഇതിന്റെ പുറകില്. ബി.ജെ.പിയുടെ ദേശീയ പ്രസിഡന്റ് ജെ.പി. നദ്ദയുടെ മാർഗനിർദ്ദേശപ്രകാരം ചൊവ്വാഴ്ച ഡൽഹിയിലെ നിസാമുദ്ദീനിൽ കിറ്റുകൾ വിതരണം ചെയ്യുന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ചു. സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ഇസ്ലാമിക കുടുംബങ്ങളിൽപ്പെട്ടവർക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ ഈദ് ആഘോഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് 32,000 ന്യൂനപക്ഷ മോർച്ച പ്രവർത്തകര് രാജ്യത്തൊട്ടാകെയുള്ള ഏതാണ്ട് 32,000-ഓളം വരുന്ന പള്ളികളുമായിട്ട് സഹകരിച്ചുകൊണ്ടായിരിക്കും ആവശ്യക്കാരിലേക്ക് സഹായം എത്തിക്കുക. സൗഗാത്ത് ഈ മോദി ക്യാമ്പയിന്റെ ഭാഗമായിട്ട് വിതരണം ചെയ്യുന്ന കിറ്റുകളില് ഭക്ഷണം മാത്രമല്ല, അതായത് ഭക്ഷ്യവസ്തുക്കൾ മാത്രമല്ല, വസ്ത്രങ്ങള്, വെർമിസെല്ലി, ഈത്തപ്പഴം, ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ത്രീകളുടെ കിറ്റുകളില് സ്യൂട്ടുകൾക്കുള്ള തുണികളും പുരുഷന്മാരുടെ കിറ്റുകളില് കുർത്ത, പൈജാമ തുടങ്ങിയവയും ഉൾപ്പെടും. ബി.ജെ.പിയുടെ ഈ ഒരു നീക്കം വളരെ നല്ലൊരു നീക്കമായിട്ടാണ് പൊതുവെ ഇപ്പോ വിലയിരുത്തപ്പെടുന്നത്. കാരണം റംസാൻ, ഈദ് എന്നീ ദിവസങ്ങളിൽ മാത്രമല്ല, ദുഃഖവെള്ളി, ഈസ്റ്റർ, നൗറൂസ്, ഇന്ത്യൻ പുതുവത്സരം തുടങ്ങിയ എല്ലാ പ്രധാന അവസരങ്ങളിലും സൗഗാത്ത് ഈ മോദി പ്രചാരണത്തിന് പിന്തുണ നൽകുമെന്നാണ് ബി.ജെ.പിയുടെ ന്യൂനപക്ഷ മോർച്ച ദേശീയ പ്രസിഡന്റ് ജമാൽ സിദ്ദിഖി പറയുന്നത്. കൂടാതെ ജില്ലാ തലത്തില് ഈദ് മിലാൻ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ക്ഷേമ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ന്യൂനപക്ഷങ്ങളുമായിട്ടുള്ള ഒരു അകൽച്ച, ബി.ജെ.പി ഒരു ഹിന്ദുത്വ പാർട്ടി എന്ന് പേരുകേട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായിട്ടുള്ള അകൽച്ച കുറയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകുമെന്നാണ് ഈ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.